ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം സ്നാനത്തെക്കുറിച്ചാണ്, ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ചാണ്. മിക്കവാറും എല്ലാ മതങ്ങളിലും സ്നാനമുണ്ട്, വ്യത്യസ്തമായ രീതികളിൽ. ക്രിസ്തീയ മതത്തിലും ക്രിസ്തീയ സഭയിലും സ്നാനമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ക്രിസ്തീയ സ്നാനത്തിൻ്റെ പ്രാധാന്യം സ്നാനപ്പെടുവാനും സ്നാനപ്പെടുത്തുവാനും യേശു കൽപ്പിച്ചു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടിയുണ്ട് എന്ന് അരുളി ചെയ്തു. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുവിൻ്റെ കൽപ്പന. സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന കർത്താവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് താൻ ആരാണ്, തൻ്റെ അധികാരം എന്താണ് എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത, അതിശോക്തി പറഞ്ഞിട്ടില്ലാത്ത, അതിൻ്റെ ആവശ്യമില്ലാത്ത യേശു പറയുകയാണ്, സ്വർഗത്തിലെയും ഭൂമിയുടെയും അധികാരം ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ പോകുവീൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവീൻ, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് കർത്താവ് കൽപ്പിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം സ്വർഗത്തിൻ്റെ അധികാരം, ഭൂമിയുടെ അധികാരം കർത്താവായ യേശുവിന് ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൻ്റെയോ അല്ല, സമസ്ത ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അധികാരം. അതുകൊണ്ട് ഈ യേശുവിനേക്കാൾ ഉയർന്ന നിലയിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ മനുഷ്യരുടെ ഇടയിൽ ആരുമില്ല. ഇത് ക്യാൻസൽ ചെയ്യുവാനുള്ള അധികാരവും ഒരു കോടതിക്കും ഇല്ല. രണ്ടാമതായിട്ട് സ്നാനം അപ്പോസ്തോലിക കൽപ്പനയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശു കഴിഞ്ഞാൽ ആധികാരികമായ കൽപ്പന അപ്പോസ്തോലന്മാരുടേതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തോലനായ പത്രോസ്ലീഹ കൽപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സ്നാനത്തിൻ്റെ പ്രാധാന്യം യേശു കൽപ്പിച്ചതുകൊണ്ടാണ്. സ്നാനത്തിൻ്റെ പ്രാധാന്യം അപ്പോസ്തോലന്മാർ കൽപ്പിച്ചതുകൊണ്ടാണ്. ഇത്രയും പ്രാധാന്യമേറിയ ഒരു കൽപ്പന യേശുവും അപ്പോസ്തോലന്മാരും നടത്തിയത് എന്തുകൊണ്ടാണ്? സ്നാനപ്പെട്ടാൽ എനിക്ക് നിങ്ങൾക്കും എന്തു പ്രയോജനമാണ് ഉള്ളത്? വിശുദ്ധ ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നും യവനനെന്നും ദാസനെന്നും സ്വതന്ത്രനെന്നും എന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. യേശുവിനോട് ചേരുവാനായി ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് സ്നാനം. അത് യഹൂദനാണെങ്കിലും വിജാതീയനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും യേശുവിനോട് ചേരണമെങ്കിൽ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിരിക്കുകയാണ്. അത് സ്നാനപ്പെടണം എന്നുള്ളതാണ്. നിങ്ങളൊരു കോളേജിൽ ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ചേരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തോട് ചേരണമെങ്കിൽ, ദത്തെടുക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിയോട് ചേരണമെങ്കിൽ അതിൻ്റേതായ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു സൈൻ ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അതിന് ഒരു ചെറിയ ഫീസ് അടയ്ക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കമ്പനിയോട്, അല്ലെങ്കിൽ ആ കുടുംബത്തോട്, അല്ലെങ്കിൽ ആ കോളേജിനോട്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോട് ചേരുവാനായി കഴിയുകയുള്ളൂ. ഇതുപോലെ
നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന ജലവും നാം നിൽക്കുന്ന ഭൂമിയും ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സർവേശ്വരനായ സർവശക്തനായ സർവവ്യാപിയായ നമ്മുടെ കർത്താവിനോട്, യേശു കർത്താവിനോട് ചേരുവാനായി മാനവലോകത്തിന് ദൈവം കൊടുത്ത കൽപ്പനയാണ് സ്നാനം എന്നുള്ളത്. ഒരാൾ സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തി യേശുവിനോട് ചേരുകയാണ്. യഹൂദനാണെങ്കിലും യവനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദാസനാണെങ്കിലും യജമാനനാണെങ്കിലും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ഒരു പ്രക്രിയ, ക്രിസ്തുവിനോട് ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ക്രിസ്തീയ സ്നാനം എന്നുള്ളത്. മറ്റൊന്ന്, ദൈവവുമായിട്ട് നമുക്ക് ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകേണ്ടതിനാണ് ഈ ക്രിസ്തീയ സ്നാനം ക്രമീകരിച്ചിരിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. അപ്പോൾ ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടുള്ളതല്ല. അതിനുള്ള സ്നാനമൊക്കെയുണ്ട്, അതിനുള്ള ബാത്റൂമുകൾ നമുക്കുണ്ട്. പക്ഷേ ക്രിസ്തീയ സ്നാനം അതിനു വേണ്ടിയൊന്നുമല്ല. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവവുമായിട്ട് നമുക്കൊരു നല്ല മനസ്സാക്ഷി ഉണ്ടാകേണ്ടതിനാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ഒരു നല്ല മനസ്സാക്ഷി അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് സ്നാനപ്പെടുവാനായിട്ട് ദൈവം കൽപ്പിച്ചത്. ദൈവവുമായിട്ട് നമുക്ക് ഒരു അഭേദ്യമായ മനസ്സാക്ഷി ബന്ധമില്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒന്നും നമുക്ക് കഴിയുകയില്ലല്ലോ. മാത്രമല്ല, സ്നാനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അതിപ്രാധാന്യമായ ചില കാര്യങ്ങളുണ്ട്. അത് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ധന്യനായ പൗലോസ് ശ്ലീഹ ഇവിടെ ഓർപ്പിക്കുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകേണ്ടതിനാണ് സ്നാനം. നമുക്കറിയാം, മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് ക്രിസ്തു മരിച്ചത്. ആ മരണം എനിക്ക് നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. ആ മരണത്തിലൂടെയാണ് എനിക്ക് നിങ്ങൾക്കും പാപമോചനം ലഭിക്കുന്നത്, ശാപമോചനം ലഭിക്കുന്നത്. പക്ഷേ യേശു മരിച്ച ആ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നില്ല. 2000 വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത്. ആ ബ്ലഡ് ബാങ്കുമായിട്ട്, ആ ഗോൽഗോത്തായി എനിക്കെങ്ങനെ ബന്ധപ്പെടാൻ കഴിയും? സ്നാനത്തിലൂടെ എനിക്ക് ബന്ധപ്പെടാനായി കഴിയും. സ്നാനപ്പെടുമ്പോൾ സ്നാനം ഒരു കണക്റ്റിംഗ് കോഡായിട്ട് ഗോൽഗോത്തായുമായിട്ട് ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ എനിക്ക് പാപമോചനവും ശാപമോചനവും ഉണ്ടാകുന്നു. ധന്യനായ പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് ഓരോരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. വാസ്തവത്തിൽ സ്നാനത്തിലാണോ പാപമോചനം ഇരിക്കുന്നത്? അല്ല, യേശുവിൻ്റെ ക്രൂശ് മരണത്തിലാണ് പാപമോചനം ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ സ്നാനം ഒരു കണക്റ്റിംഗ് കോഡാണ്. അത് യേശുവിൻ്റെ മരണവുമായി ബന്ധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് പാപമോചനം ലഭിക്കുന്നു. ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഇലക്ട്രിസിറ്റി എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ റൂമിലേക്ക് വരുന്നതിന് ചില കണക്ഷൻസ് ഉണ്ട്. ആ കണക്റ്റിംഗ് വയറിലൂടെയാണ് ആ ഇലക്ട്രിസിറ്റി എൻ്റെ വീട്ടിലേക്ക് വന്ന് ബൾബ് പ്രകാശിക്കുന്നത്. ഇതുപോലെ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച കർത്താവിൻ്റെ അല്ലെങ്കിൽ ഗോൽഗോത്തായിലെ ആ ബ്ലഡ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പാപമോചനം, ശാപമോചനം, സാത്താൻ്റെ മേലുള്ള വിജയം ഒക്കെ എനിക്ക് ലഭിക്കാൻ അതെന്നിലേക്ക് ഫ്ലോ ചെയ്യേണ്ടതിന് ഞാൻ സ്നാനപ്പെടുമ്പോൾ സ്നാനം ഒരു കണക്റ്റിംഗ് കോഡായി മാറുകയാണ്.
അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തുയേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാണ് സ്നാനം. മാത്രമല്ല ഇവിടെ റോമാലേഖനത്തിൽ ഇത് എഴുതിയിരിക്കുന്നു, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ് സ്നാനം. ലോകത്തിൽ 2 പാതകളാണുള്ളത്. ഒന്ന് നാശത്തിലേക്ക് പോകുന്ന പാതയാണ്, അത് വിശാലമായ പാതയാണ്, ധാരാളം ആൾക്കാർ അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അന്ത്യം നരകമാണ്. ഇടുക്കമുള്ള ഒരു പാതയുണ്ട്, ഞെരുക്കമുള്ള ഒരു പാതയുണ്ട്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്, അതിലൂടെ നടക്കുന്നവരും ചുരുക്കമാണ്. പക്ഷേ അവർ അവസാനം നിത്യജീവനിലേക്കാണ് എത്തുന്നത്. ആ വഴി ഏതാണ്? യേശുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ നാശപാതയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുന്നതും ക്രിസ്തുവാകുന്ന പാതയിലൂടെ നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്നതും സ്നാനം എന്ന കണക്ഷനിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ റോമാലേഖനത്തിൽ സ്നാനപ്പെടുന്ന വ്യക്തിക്ക് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്രാധാന്യമായൊരു കാര്യം കൂടി ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് പുനരുത്ഥാന ശരീരം ലഭിക്കുമെന്നുള്ളതാണ് ആ വാഗ്ദത്തം. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു പുത്തൻ ശരീരം തനിക്ക് ലഭിച്ചതുപോലെ പാപത്തിൽ മരിച്ച് അടക്കപ്പെട്ട് സ്നാനത്തിലൂടെ അടക്കപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു വ്യക്തി ജീവൻ്റെ പുതുക്കത്തിലൂടെ നടക്കുകയും ഒരിക്കൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൗമിക ശരീരം പോകുമെങ്കിലും മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു പുനരുത്ഥാന ശരീരം അവന് നൽകപ്പെടും. അപ്പോൾ സ്നാനമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് യേശുവിനോട് ചേരാനാണ്, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാണ്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്, ഒരു പുനരുത്ഥാന ശരീരം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇത്രയും ശ്രേഷ്ഠമായ അതുല്യമായ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകേണ്ടതിന് വേണ്ടി നമുക്കധികം ചെലവില്ലാത്ത ഒരു കൽപ്പന സ്നാനപ്പെടുവാനായി കർത്താവ് നമ്മളോട് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും സ്നാനപ്പെടാത്തവരെങ്കിൽ ഇനി താമസിക്കരുത്. ഒരു പുനരുത്ഥാന ശരീരം, കർത്താവിൻ്റെ മരണത്തോടെ പങ്കാളിയാകുക, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക, യേശുവിനോട് ചേരുക. ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണോ? ഒരു പാർട്ടിയിൽ നിങ്ങൾ ചേരുന്നു, അതിന് നിങ്ങൾ പണം കൊടുക്കുന്നു, നിങ്ങൾ സൈൻ ചെയ്യുന്നു. ആ പാർട്ടിയിൽ ചേരാതെ നിങ്ങൾക്ക് ആരുമാകാനൊക്കെയില്ല. ഇവിടെ മുഖ്യമന്ത്രിയായവരും ഇവിടെ പ്രധാനമന്ത്രിയായവരുമൊക്കെ അവർ പ്രതിനിധാനം ചെയ്ത പാർട്ടിയിൽ ചേർന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ കൊടുത്ത ഫീസ് വളരെ ചെറുതായിരിക്കും. അത് ഒരു സൈനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തതായിരിക്കും. പക്ഷേ അതവർ ചെയ്യാതിരുന്നെങ്കിൽ ഇന്നവർക്ക് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ MP-യോ MLA-യോ ഒന്നുമാകുവാൻ കഴിയാത്ത ഒരവസ്ഥയായി പോകുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നാനം ഒരു ചെറിയ കാര്യമല്ല. അത് യേശുവിനോട് ചേർക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ പുനരുത്ഥാന ശരീരത്തിന് തത്തുല്യമായൊരു ശരീരം ലഭിക്കുന്നതാകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേൽക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവും അപ്പോസ്തലന്മാരുമൊക്കെ സ്നാനപ്പെടണം എന്ന് നമ്മളോട് കൽപ്പിച്ചത്. ആരാണ് സ്നാനപ്പെടേണ്ടത്? ആർക്കൊക്കെ സ്നാനപ്പെടാം? യേശു കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ധനികനോ ദരിദ്രനോ ആയിക്കൊള്ളട്ടെ, വിജാതീയനോ യഹൂദനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഇതൊന്നും സ്നാനപ്പെടുന്നതിന് തടസ്സമല്ല. നിങ്ങൾക്കാകപ്പാടെ ആവശ്യമുണ്ടായിരിക്കേണ്ടത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് സ്നാനപ്പെടാം. അപ്പോസ്തലനായ പത്രോസ് ഇത് സംബന്ധിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:37 ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്നാനാർത്ഥിയുടെ യോഗ്യത
കുടുംബമഹിമയല്ല. ഇവരെല്ലാം യഹൂദന്മാരാണ്, ഉയർന്ന ജാതിക്കാരാണ്. പക്ഷേ അവരോട് അപ്പോസ്തലന്മാർ കൽപ്പിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനപ്പെടണം. അപ്പോൾ സ്നാനാർത്ഥിയുടെ യോഗ്യത അയാൾ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. ക്രിസ്തീയ സ്നാനം മാനസാന്തരപ്പെട്ടവർക്കുള്ളതാണ്. ക്രിസ്തീയ സ്നാനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകാം, വിശ്വസിക്കാതെ മാനസാന്തരപ്പെടാതെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞിന് സ്നാനപ്പെടാനായിട്ട് കഴിയുമോ? കുഞ്ഞുങ്ങളെ കർത്താവിന് വലിയ ഇഷ്ടമല്ലേ? അവർക്കല്ലേ സ്വർഗരാജ്യം കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുവാൻ പ്രായമില്ലാത്ത അല്ലെങ്കിൽ മാനസാന്തരം ആവശ്യമില്ലാത്ത ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയാൽ അത് ക്രിസ്തീയ സ്നാനമാകുമോ? വേദപുസ്തകത്തിൽ കുടുംബങ്ങളെയൊക്കെ സ്നാനപ്പെടുത്തിയിട്ടില്ലേ? ആ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുകയില്ലേ? മാത്രമല്ല, പരിച്ഛേദന ജൂതന്മാരുടെ ഇടയിൽ ഉണ്ടല്ലോ. അബ്രഹാം പ്രായമുള്ളപ്പോൾ പരിച്ഛേദന ഏറ്റു. പിന്നെ അദ്ദേഹത്തിന് മക്കൾ ജനിച്ചപ്പോൾ 8-ാം നാളിൽ അവർക്ക് പരിച്ഛേദന കൊടുത്തില്ലേ? ഇതുപോലെ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവർ വിശ്വാസ സ്നാനമേറ്റു. പിന്നെ അവർക്ക് മക്കൾ ജനിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കാനായി തുടങ്ങി. അതൊക്കെ ശരിയായൊരു കാര്യമാണോ? അവർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ഒന്നും കഴിയുകയില്ലല്ലോ എന്നൊരു സംശയം, ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാം. ആ ചോദ്യത്തിൻ്റെ മറുപടി, വേദപുസ്തകത്തിൽ ഒരിടത്തും ശിശുക്കളെ സ്നാനപ്പെടുത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പുതിയ നിയമത്തിൽ കുടുംബങ്ങൾ സ്നാനപ്പെട്ടതായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടില്ല. അല്ല, ഉണ്ടെങ്കിൽ തന്നെ അവരെ സ്നാനപ്പെടുത്തിയെന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയാലും കുടുംബം എന്ന് പറയുവാൻ കഴിയും എന്നൊരു ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. യാക്കോബിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി യോസേപ്പും തൻ്റെ പിതൃകുടുംബമൊക്കെയും പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഉടനെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, കുഞ്ഞുകുട്ടികളെയെല്ലാം ഗോശേൻ ദേശത്ത് വിട്ടേച്ചാണ് അവർ പോയത്. അപ്പോൾ കുട്ടികളില്ലാത്ത കുടുംബങ്ങളുണ്ട്. കുട്ടികളുള്ള കുടുംബത്തിൽ തന്നെ മാറ്റി നിർത്തി കുടുംബമെന്നും പറയാം. ഉദാഹരണമായിട്ട് ആ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു. 6 പേരുണ്ടായിരുന്നു. അതിൽ1 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണോ? 6 പേരും മരിച്ചു എന്നുള്ള സത്യമാണ്. 1 വയസ്സുള്ള ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യുവാൻ കഴിയുകയില്ല. അത് കൊല്ലപ്പെട്ടു എന്നാണ് സത്യം. എങ്കിലും പറയുമ്പോൾ എന്തു പറയും? ആ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി കൃത്യമായി യേശു വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടതെന്നും പത്രോസ് മാനസാന്തരപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടതെന്നും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ആ നിയമം തിരുത്തിയിട്ട് മാനസാന്തരപ്പെടാത്ത, വിശ്വസിക്കുവാൻ കഴിവില്ലാത്ത ഒരാളെ സ്നാനപ്പെടുത്തുവാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. മാത്രമല്ല, സ്നാനത്തിന് പ്രായമല്ല മാനദണ്ഡം. അവർ മാനസാന്തരപ്പെട്ടോ അവർ വിശ്വസിക്കുന്നുവോ എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ മകൻ സാം സ്നാനപ്പെടുമ്പോൾ അവന് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്നോട് ആവശ്യപ്പെട്ടു, പപ്പ എനിക്ക് സ്നാനപ്പെടണം. ഞാൻ അവനോട് പറഞ്ഞു, മോനെ കുറേ കൂടെയൊക്കെ കഴിയട്ടെ, കുറേ കൂടെ പ്രായമായി കഴിയുമ്പോൾ നിന്നെ സ്നാനപ്പെടുത്താം. അവൻ വാശി പിടിച്ചു എനിക്ക് സ്നാനപ്പെടണം എന്ന്. അവനെ ഒന്ന് പരീക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. നല്ല ഉറക്കത്തിലേക്ക് കുഞ്ഞു പോയി. അർദ്ധരാത്രിയായി. ഞാൻ അവൻ്റെ അടുക്കിലേക്ക് എന്നിട്ട് അവനെ തട്ടി ഉണർത്തിയിട്ട് ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് സ്നാനപ്പെടണമോ? അവൻ ആ ഉറക്കത്തിൽ പറഞ്ഞു, പപ്പ സ്നാനപ്പെടണം. ആ രാത്രിയിൽ 2 പ്രാവശ്യം ഞാൻ അവനെ അങ്ങനെ തട്ടി ഉണർത്തി. ആ 2 സന്ദർഭങ്ങളിലും അവൻ എന്നോട് പറഞ്ഞു, യേശുവിനോട് ചേരാൻ എനിക്ക് സ്നാനപ്പെടണം. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് പറയുകയാണ്. ആ മകനെ ഞാൻ സ്നാനപ്പെടുത്തുകയുണ്ടായി.
ആ മകൻ മുഖാന്തരം 85 വയസ്സുള്ള ഒരു അപ്പച്ചൻ തലവടി വെള്ളക്കിണറിൽ നിന്ന് സ്നാനപ്പെടാൻ പൊടിയാടിയിൽ എൻ്റെ അടുക്കൽ വന്നു. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, പിന്നെ സ്നാനപ്പെടുത്താം. ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഉപദേശി, നിങ്ങളുടെ മോൻ എന്നോട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്, അവനിലൂടെ പറഞ്ഞത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാനിവിടെ സ്നാനപ്പെടാൻ വന്നത്. എനിക്ക് വയസ്സ് 85 ഞാൻ ഉപവാസത്തോടു കൂടിയാണ് സ്നാനപ്പെടാൻ വന്നിരിക്കുന്നത്. ഉപദേശം എന്നെ സ്നാനപ്പെടുത്തുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ദൈവത്തോട് പറഞ്ഞോണം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി സ്നാനപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് സ്നാനപ്പെടുന്ന വ്യക്തിയുടെ പ്രായമല്ല പ്രധാനം. സ്നാനപ്പെടുന്ന വ്യക്തി മാനസാന്തരപ്പെട്ടിരിക്കണം. സ്നാനപ്പെടുന്ന വ്യക്തി ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കണം എന്നുള്ളതാണ് ബൈബിളിലെ വ്യവസ്ഥ. നിർബന്ധിത മതം മാറ്റം ആദ്യമായി എതിർത്തത് അപ്പോസ്തലന്മാരാണ്, യേശുവാണ്. അങ്ങനെ കുറേ പേരെ മതം മാറ്റിയിട്ട് ക്രിസ്തീയ സഭയിലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിനൊന്നും നേടാനില്ല, വരുന്നവർക്കും വലിയ നേട്ടം ഉണ്ടാകുകയില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വരണം. അവരെയാണ് ദൈവം അംഗീകരിക്കുന്നത്, അവർക്കാണ് സ്വർഗമുള്ളത്. അങ്ങനെ വരുന്നവർക്കാണ് അനുഗ്രഹമുള്ളതെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്. എന്തെങ്കിലും മോഹിച്ചും ആരെങ്കിലും എന്തെങ്കിലും നൽകാം എന്ന് പറഞ്ഞ് പ്രീണിപ്പിച്ചും ഭയപ്പെടുത്തിയും ഒന്നും ആൾക്കാരെ ചേർക്കുന്ന മാർഗമല്ല ക്രിസ്തുവിൻ്റെ മാർഗം. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് അവനിൽ കൊടുക്കുന്നു. യേശു പോലും ഒരുവൻ്റെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടും. അവൻ വാതിൽ തുറന്നാൽ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലും. വാതിൽ തുറന്നില്ലെങ്കിൽ നിർബന്ധിച്ച് കടന്നു ചെല്ലുന്ന പദ്ധതി യേശുവിനില്ല, ക്രിസ്തുവിൻ്റെ മാർഗത്തിനില്ല എന്നുള്ള കാര്യം നാം ആഴമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിന് ഉത്തമ മാതൃക കാണിച്ചു തന്ന ഒരു ധനകാര്യമന്ത്രിയെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം യെരുശലേമിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഒരു തേരിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമമൊന്നും എഴുതപ്പെട്ടിട്ടില്ല. ദൈവം ഫിലിപ്പോസിനെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഈ ധനകാര്യമന്ത്രി വായിക്കുന്നത് ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഈ ധനകാര്യമന്ത്രി പറയുകയാണ്, ഇതാ വെള്ളം, സ്നാനമേൽക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഉടനെ സുവിശേഷകനായ ഫിലിപ്പോസ് ഈ ധനകാര്യമന്ത്രിയോട് പറയുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്താം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യേശു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ തീർന്നിർത്തുവാൻ കൽപ്പിച്ചിട്ട് അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഈ ധനകാര്യമന്ത്രിയെ ആ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് സ്നാനത്തിൻ്റെ ഒരു നല്ല മാതൃക. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജൂതനായിരുന്ന പൗലോസ് ക്രൈസ്തവരെ കൊന്നുമുടിക്കാനായിട്ട് ദമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മാനസാന്തരം ഉണ്ടാകുകയാണ്. അദ്ദേഹം സ്നാനപ്പെടുന്നതായിട്ടാണ് പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. മാനസാന്തരപ്പെട്ടിട്ടാണ് അദ്ദേഹം സ്നാനപ്പെടുന്നത്. ജൂതനായിരുന്നു, പ്രമാണിയായിരുന്നു, താർക്കികനായിരുന്നു, ന്യായപ്രമാണ പണ്ഡിതനായിരുന്നു, ധനികനായിരുന്നു, സനീന്ദ്രിയം സംഘത്തിലെ അംഗമായിരുന്നു. പക്ഷേ അയാൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടുന്നതായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധനകാര്യമന്ത്രിയെപ്പോലെ പൂർണ്ണമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും പൗലോസിനെ പോലെ മാനസാന്തരപ്പെട്ടവരും എടുക്കേണ്ട സ്നാനമാണ് ക്രിസ്തീയ സ്നാനം. ചില ആൾക്കാർ പറയാറുണ്ട്, യോഹന്നാൻ പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ ആ സ്നാനമല്ലേ നമുക്ക് പ്രധാനമായത്? മറ്റു ചിലർ പറയാറുണ്ട്, നല്ല പ്രവൃത്തികളല്ലേ നമുക്ക് വേണ്ടത്. സ്നാനപ്പെട്ട എത്രയോ വ്യക്തികൾക്ക് ജീവിതവും പ്രവൃത്തിയും ഒന്നുമില്ലാതെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നു. ഇവരൊക്കെ സ്വർഗത്തിൽ പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കൊർന്നല്യോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അയാൾ ഒരു പട്ടാള ക്യാപ്റ്റനായിരുന്നു. എന്നെക്കാളും നിങ്ങളെക്കാളും ഒക്കെ ഒരു ദൈവഭക്തനായിരുന്നു അദ്ദേഹം. നല്ല പ്രവൃത്തികൾ ഉള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം.
പരിശുദ്ധാത്മാവ് ബൈബിളിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കേൾക്കണമോ? അദ്ദേഹം ദൈവഭക്തനും സകല ഗ്രഹത്തോടും കൂടെ തൻ്റെ കുടുംബത്തോടൊപ്പം ദൈവത്തെ ഭയപ്പെടുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും ജനത്തിന് ധർമ്മം കൊടുക്കുന്നവനുമായിരുന്നുവെന്ന് വിശുദ്ധ ബൈബിളിൽ സാക്ഷിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂതൻ അടുക്കൽ വരുന്നു. ദൂതൻ അദ്ദേഹത്തോട് പത്രോസിനെ വിളിക്കുവാനായിട്ട് പറയുന്നു. പത്രോസ് വന്ന് ഭവനപ്രാർത്ഥന ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നടത്തുന്നു. ആ യോഗം നടത്തുമ്പോൾ പത്രോസിൻ്റെ ശുശ്രൂഷയിൽ ഈ കൊർന്നല്യോസ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു. ഇപ്പോൾ ആരാണ് അദ്ദേഹം? അദ്ദേഹം ഭക്തനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ദാനധർമ്മം ചെയ്യുന്നവനാണ്, ദൂതനുമായി സംസാരിക്കുന്നവനാണ്, തൻ്റെ ദാനവും ധർമ്മവും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തിയെന്ന് ദൂതനാൽ സാക്ഷ്യം പ്രാപിച്ചവനാണ്, അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനാണ്. എന്നിട്ടും ഈ വ്യക്തിയെ സ്നാനപ്പെടുത്തുവാനായിട്ട് പത്രോസ് കൽപ്പിക്കുന്നതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 44 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഉപവസിക്കുന്നവരാണെങ്കിലും ദാനധർമ്മം ചെയ്യുന്നവരാണെങ്കിലും നല്ല കുടുംബത്തിൽ ജനിച്ചയാളാണെങ്കിലും അന്യഭാഷയോട് കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെടണം. ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനപ്പെടണം. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ സ്നാനപ്പെടണം. പുനരുത്ഥാന ശരീരം ലഭിക്കാൻ സ്നാനപ്പെടണം. ഏത് നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, മാനസാന്തരപ്പെട്ട ഒരാൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് മുങ്ങിത്താഴാൻ ആഴമുള്ള ഒരു ജലാശയത്തിൽ അഭിഷിക്തനായ ഒരു ദൈവദാസൻ്റെ കൈക്കീഴിൽ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങി സ്നാനപ്പെടുന്നതാണ് ക്രിസ്തീയ സ്നാനം. ആ മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തന്നത്, അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്നത്, വിശുദ്ധ ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചരിത്രവും ബൈബിളും നമ്മൾ പഠിച്ചാൽ എന്നെക്കാളും നിങ്ങളെക്കാളുമൊക്കെ എല്ലാ തലങ്ങളിലും ശ്രേഷ്ഠരായിരുന്നവർ ദൈവത്തിൻ്റെ ഈ കൽപ്പന അനുസരിച്ചിട്ടുണ്ട്. അതിലാദ്യമായി നമുക്ക് മാതൃക കാണിച്ചത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അദ്ദേഹം വിജാതീയനായതുകൊണ്ടൊന്നുമല്ല കേട്ടോ. തൻ്റെ 30-ാമത്തെ തിരുവയസ്സിൽ യോർദാൻ നദിയിൽ ഇറങ്ങിച്ചെന്ന് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ കാണുന്നത് ജെറുസലേം പള്ളിയിലെ 3000 ജൂതന്മാർ സ്നാനപ്പെടുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെയും നമ്മൾ കാണുന്നത് ധനകാര്യമന്ത്രി സ്നാനപ്പെടുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് സ്നാനപ്പെടുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ജയിൽ സൂപ്രണ്ട് സ്നാനപ്പെടുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പള്ളിപ്രമാണിയായ ക്രിസ്പോസ് സ്നാനപ്പെടുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ചെറുത്തു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എൻ്റെ പ്രേക്ഷകരാരും ആ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, യേശുവിനോട് ചേരുവാൻ കഴിയുന്ന, കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാൻ കഴിയുന്ന, കർത്താവിൻ്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ കഴിയുന്ന, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ കഴിയുന്ന ആ സ്നാനം ഏൽക്കുവാൻ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇടയാക്കണമേ. അവിടുത്തെ വരവിനായിട്ടൊരുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.